നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും, പല നിർദ്ദേശങ്ങളും, പല കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയിലെ അനൗദ്യോഗിക വിലക്കിൻ്റെ ഭീഷണി പണ്ടുകാലത്തും ഉണ്ടായിരുന്നതായി ഹേമ കമ്മിറ്റി അംഗവും അഭിനേത്രിയുമായ ശാരദ വെളിപ്പെടുത്തി. എന്നാൽ അക്കാലത്ത് ഇത്തരം വിലക്കുകൾ നടപ്പാക്കിയിരുന്നില്ല. സിനിമയിൽ നിലനിൽക്കുന്ന അപ്രഖ്യാപിത വിലക്കിന് എതിരെ നടപടി സ്വീകരിക്കുക ബുദ്ധിമുട്ടാണെന്നും ശാരദ റിപ്പോർട്ടിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. കാസ്റ്റിംഗ് കൗച്ച് പണ്ടുമുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അക്കാര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ തയ്യാറാണ് എന്നതാണ് ആകെയുള്ള വ്യത്യാസം. മുൻപ് നായകനും നായികയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ലഭ്യത അന്നും സിനിമാ രംഗത്തെ ധാരണയായിരുന്നു. എന്നാൽ ആ വിവരം പുറത്തു വന്നാൽ അതിൽ ഉൾപ്പെട്ടവർക്ക് നാണക്കേടായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കമ്മിറ്റിയിലെ 3 അംഗങ്ങളിൽ ഒരാളായിരുന്നു നടി ശാരദ. റിപ്പോർട്ടിലെ 183 മുതൽ 189 വരെ പേജുകളിലാണ് ശാരദ തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. പുതിയ കാലത്ത് സിനിമയിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ല എന്നും ശാരദ അഭിപ്രായപ്പെട്ടു. മറച്ചുവെക്കുക എന്നതിനേക്കാൾ ശരീരഭാഗങ്ങൾ എടുത്തുകാട്ടുന്ന വിധത്തിലാണ് ഇപ്പോൾ വസ്ത്രധാരണ രീതി. പഴയകാലത്ത് സെറ്റുകളിൽ ദ്വയാർത്ഥ പ്രയോഗം വരുന്ന തമാശകളൊന്നും ഉണ്ടായിരുന്നില്ല. നടിമാരുടെയോ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയോ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് പോലുള്ള ലൈംഗിക അതിക്രമങ്ങളും നടക്കുമായിരുന്നില്ല. ഇന്ന് ഇത്തരം പീഡനങ്ങൾ ഇല്ല എന്ന് പറയാനാകില്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വാതിലിൽ മുട്ടുകേൾക്കുന്നത് സാധാരണ കാര്യമായിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രതിഫലം എന്ന തത്വത്തോട് യോജിക്കാനാവില്ല. പ്രേക്ഷകർ ഹീറോ ആരെന്നാണ് ആദ്യം ചോദിക്കുക. അതുകൊണ്ട് തന്നെ തുല്യവേതനം അംഗീകരിക്കാനാവില്ല. കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ അത്തരക്കാർ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. നിലവിലെ അവസ്ഥ മാറ്റുക എളുപ്പമല്ല. താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമായി ക്ഷേമനിധി ഫണ്ട് ഒരുക്കണമെന്ന് ശാരദ ആവശ്യപ്പെടുന്നു. ജോലിയില്ലാത്ത വൃദ്ധരും ദരിദ്രരുമായ കലാകാരന്മാർക്കായിയാകണം ഫണ്ട് സ്വരൂപിക്കേണ്ടത്. ക്ഷേമനിധിക്ക് ആദായനികുതി ഒഴിവാക്കണമെന്നും ശാരദ ആവശ്യപ്പെടുന്നുണ്ട്. സിനിമയിൽ ഉന്നത സ്വാധീനമുള്ള പുരുഷന്മാർ ഉൾപ്പെട്ട ചൂഷണങ്ങളെക്കുറിച്ച് അതിൽ ഇരകളായ സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ വേദനാജനകമായിരുന്നു എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അംഗവും റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥയുമായ KB വത്സലകുമാരിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. സമൂഹം വളരെ ആരാധനയോടെ കാണുന്ന പുരുഷന്മാരാണ് ഇവരെല്ലാമെന്ന് കമ്മിറ്റി റിപ്പോർട്ടിൽ വത്സലകുമാരി ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടിലെ കാര്യങ്ങൾ സിനിമാ മേഖലയിലെ എല്ലാവരെയും കുറിച്ചല്ല. സഹപ്രവർത്തകരോട് ബഹുമാനത്തോടെ പെരുമാറുന്ന ഒട്ടേറെ പുരുഷന്മാരും സിനിമയിലുണ്ട്. മലയാള സിനിമയിൽ അല്പമെങ്കിലും ബാക്കിയുള്ള മാന്യത ഉയർത്തിപ്പിടിക്കുന്നത് ഇവരാണെന്നും KB വത്സലകുമാരി വ്യക്തമാക്കി. അതേസമയം കമ്മിറ്റി റിപ്പോർട്ടിലെ ചില നിരീക്ഷണങ്ങളും ശുപാർശകളും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശവും കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവും പാലിച്ച് കർശന നടപടിയെടുക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെയും മറ്റും നടന്മാരുടെ ഫാൻ ക്ലബ്ബുകൾ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ IPC 354 അനുസരിച്ച് കേസെടുക്കണമെന്നും ശുപാർശയുണ്ട്. കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങൾ അടങ്ങുന്ന ഏതാനും പേജുകൾ ഒഴിവാക്കിയാണ് വിവരാവകാശ അപേക്ഷകർക്ക് നൽകിയത്. റിപ്പോർട്ടിലെ മൊഴികൾ അടങ്ങിയ അനുബന്ധം എവിടെ എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. 70-ലേറെ ഡിജിറ്റൽ രേഖകൾ അടക്കമുള്ള അനുബന്ധം വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിരുന്നില്ല. ഇത് സൂക്ഷിച്ചിരുന്നത് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിൻ്റെ ലോക്കറിലാണെന്ന സൂചനയുണ്ട്. ഒരു പകർപ്പ് നിയമവകുപ്പിലേക്ക് പരിശോധനയ്ക്കും വിശകലനത്തിനുമായി കൈമാറിയിരുന്നു. മറ്റൊന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകി. അനുബന്ധ രേഖകൾ ഇല്ലെന്ന് മുൻ സാംസ്കാരിക മന്ത്രി AK ബാലൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ നിലവിലെ മന്ത്രി സജി ചെറിയാനും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. 2019 ഡിസംബർ 31 യഥാർത്ഥ റിപ്പോർട്ടും 2 പകർപ്പുകളും ഹേമ കമ്മിറ്റി സർക്കാരിന് കൈമാറിയിരുന്നു. മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രിക്കുമാണ് ഇവ നൽകിയത്. തൻ്റെ ഓഫീസിൽ റിപ്പോർട്ടിൻ്റെ മറ്റ് പകർപ്പുകൾ ഇല്ലെന്നും 2020 ഫെബ്രുവരി 19 സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്. കമ്മിറ്റിയുടെ കൈവശമുള്ള രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി കമ്മിറ്റി അധ്യക്ഷയ്ക്ക് നൽകിയ കത്തിനുള്ള മറുപടിയാണ് ഇത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്ന ലൈംഗിക അതിക്രമ സംഭവങ്ങളിൽ സർക്കാർ നിയമ നടപടി ഒഴിവാക്കിയത് അക്കാലത്തെ DGPയുടെ ഉപദേശമനുസരിച്ചാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. റിപ്പോർട്ടിൽ പറയുന്ന സംഭവങ്ങൾക്ക് പരാതിയുടെ സ്വഭാവമില്ലെന്നും വ്യക്തത കുറവുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കാൻ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ല എന്നുമായിരുന്നു റിപ്പോർട്ട് പരിശോധിച്ച അന്നത്തെ DGP സർക്കാരിന് നൽകിയ ഉപദേശം. ഇതോടെ റിപ്പോർട്ട് തുടർ നടപടികളില്ലാതെ സർക്കാർ പൂഴ്ത്തുകയായിരുന്നു. മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് പോലീസിനോട് ആവശ്യപ്പെടാമായിരുന്നു എന്ന് നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. സിനിമാ മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ അധികാരമുള്ള ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും സർക്കാർ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല. ജസ്റ്റിസ് ഹേമ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വ്യക്തികളുടെ സ്വകാര്യത കൂടി മാനിച്ച് റിപ്പോർട്ട് പരസ്യപ്പെടുത്താത്തത് എന്ന് വാദിക്കുന്ന സർക്കാർ. പക്ഷേ 4.5 വർഷമായിട്ടും ശുപാർശകൾ നടപ്പാക്കാത്തത് എന്തേ എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്.